യു എയിൽ ഈ വാരം മുഴുവനും പ്രത്യേകിച്ച് മെയ് 2, 3 തീയതികളിലൊക്കെ കനത്ത മഴയടക്കമുള്ള സാഹചര്യങ്ങൾ വരുന്നു എന്നുള്ള കാലാവസ്ഥാ വിഭാഗത്തിൻ്റെ അറിയിപ്പ് കഴിഞ്ഞ ദിവസം തന്നെ ദുബായ് വാർത്ത വളരെ വിശദമായിട്ട് നൽകിയതാണ്. ഇന്നലെ തന്നെ അതിൻ്റെ പ്രതിഫലനങ്ങൾ രാജ്യത്ത് പല ഭാഗത്തും അനുഭവപ്പെട്ടു തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അലൈനിൽ കനത്ത മഴയും ആലിപ്പഴ വർഷവും പല മേഖലകളിലും റിപ്പോർട്ട് ചെയ്ത സാഹചര്യമുണ്ട്. അലൈനിലെ അൽ ഷുവൈബ് വില്ലേജിലും ദുബായിൽ അൽ ഖുദ്രയിലും പിന്നെ ജബലലിയിലേക്ക് പോകുന്ന എമിറേറ്റ്സ് റോഡിൻ്റെ ഭാഗങ്ങളിലും ഒക്കെ ഇന്നലെ മഴ പെയ്തു. ദുബായിൽ തന്നെ സയ്യൽ സലാം മേഖലയിലും ഇന്നലെ നല്ല രീതിയിലുള്ള മഴയടക്കം അനുഭവപ്പെട്ടു എന്നാണ് റിപ്പോർട്ടുകളെല്ലാം തന്നെ വ്യക്തമാക്കുന്നത്. പലയിടത്തും ഭാഗികവും പൂർണ്ണവും മേഘാവൃതമായിട്ടുള്ളൊരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്നലെ വൈകുന്നേരം പൊടി നിറഞ്ഞ ഒരന്തരീക്ഷം, കാഴ്ചാപരിധി നന്നേ കുറയുന്ന സാഹചര്യം. കാലാവസ്ഥാ പ്രവചനം വ്യക്തമാക്കുന്നത് മെയ് 2, 3 തീയതികളിലൊക്കെ പ്രത്യേകിച്ച് ബുധൻ, വ്യാഴം ദിവസങ്ങളിലൊക്കെ നല്ല രീതിയിലുള്ള മഴ രാജ്യത്ത് അനുഭവപ്പെടും എന്ന് തന്നെയാണ്. പ്രത്യേകിച്ച് ഈസ്റ്റേൺ മേഖലയിൽ ഫുജൈറ, അലൈൻ അങ്ങനെയുള്ള മേഖലകളിൽ നല്ല മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ റിപ്പോർട്ടുകൾ പറയുന്നത്. കനത്ത മഴയുണ്ടാകും, പക്ഷേ ഏപ്രിൽ 16 പോലെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവില്ല എന്ന് കാലാവസ്ഥാ വിഭാഗം അറിയിക്കുന്നുണ്ട്. ചെങ്കടൽ തീരത്തെ ന്യൂനമർദ്ദമാണ് പുതിയ സാഹചര്യങ്ങൾക്ക് കാരണമെന്നും കാലാവസ്ഥാ വിഭാഗം അറിയിക്കുന്നുണ്ട്. എന്തായാലും ജാഗ്രത പാലിക്കുക, മഴയുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങളിൽ പാലിക്കേണ്ട എല്ലാ മുൻകരുതലുകളും സ്വീകരിക്കുക എന്നുള്ളൊരു കാര്യം ഇനി പ്രത്യേകിച്ച് ആരെയും ഓർമ്മപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. ഏപ്രിൽ 16 കനത്ത മഴയടക്കമുള്ള 7 പതിറ്റാണ്ടിനിടയിലെ കനത്ത മഴയടക്കമുള്ള സാഹചര്യങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഇന്നിപ്പോൾ യു എയുടെ ഇൻറ്റീരിയർ മിനിസ്ട്രിയും നാഷണൽ എമർജൻസി ക്രൈസിസ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റും എങ്ങനെയാണ് അത്തരത്തിലുള്ള ഒരു അനിതര സാധാരണമായ അവസ്ഥയെ നേരിട്ടത്, രാജ്യം അതിനെ മറികടന്നത്, എത്രത്തോളം വിപുലമായിട്ടുള്ള ഒരു സംവിധാനമാണ് യു എ ഒരുക്കിയിരുന്നത് എന്നത് സംബന്ധിച്ച ഒരു ചെറിയ കണക്ക് നൽകുന്നുണ്ട്. ഈ റിപ്പോർട്ട് പ്രകാരം 2 ലക്ഷത്തിൽ പരം കോളുകളാണ് ഈ സംവിധാനങ്ങളിലേക്ക് പൊതുജനങ്ങളിൽ നിന്ന് ലഭിച്ചത്. സഹായം അഭ്യർത്ഥിച്ചും അല്ലാതെയൊക്കെ 2,07,691 എക്സാക്ട് കണക്കുകളാണ്. 97 റെസ്പോൺസ് ഏജൻസികൾ പ്രവർത്തിച്ചു. ഇൻറ്റീരിയർ മിനിസ്ട്രി വിഭാഗത്തിൽപ്പെട്ട 17,000-ഓളം ഉദ്യോഗസ്ഥർ, ഇനി വിവിധ ലോക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥർ എന്ന് പറയുന്നത് 15,000-ലധികം ഉദ്യോഗസ്ഥർ പ്രവർത്തിച്ചു. 1,426 കോളുകളാണ് എമർജൻസി ആംബുലൻസ് സംവിധാനം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സംവിധാനങ്ങളിലേക്ക് കോളുകൾ വിളിച്ചത്. 1,800-ലധികം പേരെ ഇവാക്യുവേറ്റ് ചെയ്തു. 3,800-ലധികം ഭക്ഷ്യപ്പൊതികൾ വിതരണം ചെയ്തു. അങ്ങനെ വളരെ വിപുലമായിട്ടുള്ള ഒരു കണക്ക് ഇൻറ്റീരിയർ മിനിസ്ട്രി നൽകുന്നുണ്ട്. ഇത്രയധികം സംവിധാനങ്ങൾ ഒന്നിച്ച് ഒരു മനസ്സോടുകൂടി നിന്നാണ് യു എയിലെ ഈ അസാധാരണമായ സാഹചര്യത്തെ നേരിട്ട് അതിനെ മറികടന്നത് എന്നാണ് യു എ ഇൻറ്റീരിയർ മിനിസ്ട്രി നൽകുന്ന ഈ റിപ്പോർട്ടിൽ പറയുന്നത്. എന്തായാലും ഇച്ഛാശക്തിയും ഏത് വെല്ലുവിളികളെയും നേരിടാനുള്ള മനക്കരുത്തുമുണ്ടെങ്കിൽ ഒന്നും യു എക്ക് മുമ്പിൽ വിഷയമല്ല എന്നുള്ളതിൻ്റെ വ്യക്തമായ പ്രതിഫലനമായിരുന്നു ഏപ്രിൽ 16 ഈ സംഭവ വികാസങ്ങളെന്നുകൂടി ഇൻറ്റീരിയർ മിനിസ്ട്രിയുടെ ഈ കണക്കുകൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പെരിയർ വാട്ടർ പ്രോഡക്ട്സുമായി ബന്ധപ്പെട്ട അബുദാബിയിലൊക്കെ വളരെ വ്യാപകമായി പ്രചരിക്കുന്ന ചില വാർത്തകൾ ഇതിനകം പലരുടെയും ശ്രദ്ധയിൽപ്പെട്ട് കാണും. ഈ കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾ അത്ര സുരക്ഷിതമല്ല, ഇത് ആരോഗ്യത്തിന് ഹാനികരം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പ്രചാരണങ്ങൾ ചില കേന്ദ്രങ്ങളിൽ നിന്നൊക്കെ നടക്കുന്നുണ്ട്. ഇത്തരം കിംവദന്തികളിൽ വിശ്വസിക്കരുത്. അബുദാബി എമിറേറ്റിൽ വിതരണം ചെയ്യുന്ന എല്ലാവിധ ഭക്ഷ്യോൽപ്പന്നങ്ങളും കൃത്യമായ പരിശോധനയ്ക്ക് വിധേയമായതാണ്. റാക്കുകളിലടക്കം സൂപ്പർ മാർക്കറ്റുകളിലും മറ്റ് സംവിധാനങ്ങളിലും വിൽക്കുന്ന ഫുഡ് പ്രോഡക്ട്സ് അടക്കം എല്ലാവിധ സുരക്ഷാ പരിശോധനകളും കടന്നു തന്നെയാണ് സുരക്ഷിതം എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷമേ അത് പൊതുജനങ്ങളിലേക്ക് വിൽക്കുകയുള്ളൂ. ഒരു തരത്തിലുള്ള ആശങ്കയ്ക്കും അടിസ്ഥാനമില്ല, കിംവദന്തികളിൽ വിശ്വസിക്കേണ്ടതില്ല എന്ന് കൃത്യമായി അബുദാബി അഗ്രികൾച്ചർ ആൻഡ് ഫുഡ് സേഫ്റ്റി അതോറിറ്റി അറിയിച്ചിരിക്കുന്നത് മറ്റൊരു വാർത്തയായി ഇന്ന് വന്നിട്ടുണ്ട്. യു എയിൽ ഇന്നും നാളെയൊക്കെ ആയിട്ട് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു വാർത്ത ഇന്ധന വിലയുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനമാണ്. തുടർച്ചയായ 4ാം മാസവും യു എയിൽ ഇന്ധനവില കൂടുമോ അതോ ഇനി ഒരു കുറവുണ്ടാകുമോ എന്നൊക്കെയാണ് ആളുകൾ നോക്കുന്നത്. ഇന്ധന വിലയിലുണ്ടാകുന്ന ഓരോ മാറ്റവും നമ്മുടെ കുടുംബ ബജറ്റുകളെയൊക്കെ സ്വാധീനിക്കുന്നതാണ്. ചിലവ് വളരെ കൂടും എന്നൊക്കെ ഉള്ളതുകൊണ്ട് സാധാരണ ആൾക്കാരും ഇപ്പോൾ ഓരോ മാസവും യു എ പ്രഖ്യാപിക്കുന്ന വില കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാറുണ്ട്. കഴിഞ്ഞ കുറേ മാസമായിട്ട് ഇന്ധനവില നേരിയ തോതിൽ ഇങ്ങനെ വർദ്ധിച്ച് വരുന്ന ഒരു പ്രതിഭാസമാണ് യു എയിൽ കാണുന്നത്. ഈ മെയ് മാസത്തിലും അതായത് വരുന്ന മാസത്തിലും ഇന്ധനവിലയിൽ വർധനവാണ് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്നത് എന്ന് സൂചിപ്പിക്കുന്ന റിപ്പോർട്ടുകളാണ് വന്നിരിക്കുന്നത്. ആഗോള എണ്ണവിലയ്ക്കനുസരിച്ച് അതിൻ്റെ വിലയിലെ ഏറ്റക്കുറച്ചിലുകൾക്കനുസരിച്ചാണ് യു എയിൽ വില നിർണ്ണയിക്കുന്നത്. ഇപ്പോൾ ഇറാൻ ഇസ്രയേൽ വിഷയവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ബ്രന്റ് ക്രൂഡിൻ്റെ വില എന്ന് പറയുന്നത് ബാരലിന് $90 കവിഞ്ഞു നിൽക്കുന്ന സമയമാണ്. അപ്പോൾ സ്വാഭാവികമായും യു എയിൽ ഇന്ധന വിലയിലൊരു കുറവിന് സാധ്യതയില്ല, അത് വർദ്ധിക്കാനായിരിക്കും സാധ്യത എന്ന് സൂചിപ്പിക്കുന്ന
റിപ്പോർട്ടുകളാണ് വന്നിരിക്കുന്നത്. എന്തായാലും നാളെ UAE വില നിർണ്ണയ സമിതി ഇത് സംബന്ധിച്ച പ്രഖ്യാപനം നടത്തുമ്പോൾ നമുക്ക് ഇക്കാര്യത്തിൽ വ്യക്തമായൊരു ചിത്രം ലഭിക്കുകയും ചെയ്യും.